JEE Main 2024 Phase 1 31st January ഷിഫ്റ്റ് 1 ചോദിച്ച ചോദ്യമാണ് ക്വസ്റ്റ്യൻ 11. സോ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻസിലെ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ചോദ്യം. സോ നമുക്ക് 5 സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്, ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. എ, ദ ക്രോമേറ്റ് അയോൺ ഈ സ്ക്വയർ പ്ലാനർ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, കാരണം ക്രോമേറ്റ് അയോണിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ടെട്രാഹെഡ്രലാണ്, സ്ക്വയർ പ്ലാനർ അല്ല. ഡൈക്രോമേറ്റ്സ് ആർ ജനറലി പ്രിപ്പയർഡ് ഫ്രം ക്രോമേറ്റ്സ്. ഇത് കറക്റ്റാണ്, ക്രോമേറ്റ് ഓറിൽ നിന്നാണ് നമ്മൾ ഡൈക്രോമേറ്റ്സ് പ്രിപ്പയർ ചെയ്യുക. സി, ഗ്രീൻ മാംഗനേറ്റ് അയോൺ ഈസ് ഡയമagnetic. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, കാരണം മാംഗനേറ്റിന് ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. ഈ അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി പാരാമാഗ്നറ്റിക്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. എയും സിയും ഓപ്ഷൻസ് നമുക്കെല്ലാം, അതായത് എയും സിയും ഇൻക്ലൂഡ് ചെയ്യുന്ന എല്ലാ ഓപ്ഷൻസും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ ഇപ്പോൾ തന്നെ നമുക്ക് ആൻസർ ഓപ്ഷൻ 4 ആണെന്ന് ഉറപ്പുവരുത്താം. എന്നാലും ഡി, ഡാർക്ക് ഗ്രീൻ കളേർഡ് K2Mn ഓഫർ ഡിസ്പ്രപ്പോർഷനേറ്റ് ഇൻ എ ന്യൂട്രൽ ഓർ അസിഡിക് മീഡിയം ടു ഗീവ് പെർമാംഗനേറ്റ്. മാംഗനേറ്റിനെ അസിഡിക് അല്ലെങ്കിൽ ന്യൂട്രൽ മീഡിയത്തിൽ ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പെർമാംഗനേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ പ്രിപ്പറേഷനിൽ പഠിക്കുന്ന സ്റ്റെപ്പാണിത്. ആൻഡ് ഇ, വിത്ത് ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ട്രാൻസിഷൻ മെറ്റൽ അയോണിക് ക്യാരക്ടർ ഓഫ് ദ ഓക്സൈഡ് ഡിക്രീസസ്. നമുക്കറിയാം ഫജൻസ് റൂൾ പ്രകാരം ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ കാറ്റയോണിൻ്റെ ചാർജ് കൂടുന്നതിനനുസരിച്ച് കോവലൻ നേച്ചർ കൂടുകയും അയോണിക് നേച്ചർ കുറയുകയും ചെയ്യും. സോ അയോണിക് നേച്ചർ ഓഫ് ദ ഓക്സൈഡ് ഡിക്രീസസ് എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. സോ ബി, ഡി, ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ആൻസർ ഇസ് ഓപ്ഷൻ 4.